As of now, Prem, it's working very beautifully. What you have here with people which end up finding Purani Valley and your relationship with the Vaidya. What are your future plans with this? See, when I started this, my journey, as I told you earlier, like it has started more than 10 years or nearly 15 years or more than 15 years, I think, altogether. And it just happened. Okay, there was no plan as such. It was my interest in learning Ayurveda, healing. As you know, I am a Marma practitioner. So all these things happened and it added the value. So I can guide people, I can understand their requirements intuitively, and I guide people accordingly. And I end up on this place, and this is a place where which resonates with my values and what I want. Okay. So yes, future plans are there. This will be one of my flagship projects where people are going to see what real Ayurveda is. Okay. Interesting. And it will be, I'm planning certain retreats also, which will be having different elements combined with the best of what we can provide. So that is what my plan is, to Sounds bring out the exciting. best of the traditional Ayurveda and bring it present to the world. Can't wait. Yeah. You will see it soon. ഉദയേട്ട നമസ്കാരം. ഉദയേട്ട, എന്റെ മോന് പണ്ട് അപ്പൻഡിസൈറ്റിസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി സിവിയർ കണ്ടീഷൻ ആയിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ഹൈ ഡോസിൽ ആന്റിബയോട്ടിക് കൊടുത്ത് സർജറി ഇല്ലാതെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവർ അന്ന് പറഞ്ഞിരുന്നു, ഇത് റെക്കറൻസ് ഉണ്ടാവും, വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വീണ്ടും അത് പലതവണ വന്നിട്ടുണ്ട്. അന്നൊക്കെ തുടക്കത്തിലെ ഞാനിത് ഒരു വിജിലന്റ് ആയിട്ട് ഇരുന്നത് കൊണ്ട് അത് തുടക്കത്തിലെ തന്നെ അതിനെ ആയുർവേദ മരുന്നൊക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് ഒരു കൺട്രോളിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് വേനലവധി കാലത്ത് അവനെ ഞാൻ ഉദയേട്ടന്റെ അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുവരുന്നത്. ആ ചികിത്സയ്ക്ക് ശേഷം അവന് ഇന്ന് വരെ, ഇന്നൊരു 3 വർഷം ആവുന്നു, ഇന്നുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. പക്ഷെ അന്ന് ഉദയേട്ടന്റെ അടുത്ത് വരുമ്പോൾ ഉദയേട്ടനോട് പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. അത് കൂടാതെ അവന് ലേസി ഐ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനും കൂടി ഉണ്ടായിരുന്നു. ഉദയേട്ടന്റെ ചികിത്സ, ഈ അപ്പൻഡിസൈറ്റിസിനുള്ള ചികിത്സ കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കണ്ണിന്റെ കാഴ്ച കുറച്ച് ഇംപ്രൂവ് ആവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ലേസി ഐ എന്ന കണ്ടീഷൻ മാറുകയും ചെയ്തു. അപ്പോ എന്റെ ചോദ്യം ഇതാണ് ഉദയേട്ട, ഈ കണ്ണിന്റെ കാഴ്ച പ്രശ്നമുള്ളവർക്ക് അതില് ഉദയേട്ടന്റെ സമ്പ്രദായത്തില് എന്താണ് ഒരു ചികിത്സയുള്ളത്? ഇവിടെ ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉള്ള ഒരു ഇന്നതിനെ ചികിത്സിക്കൂ എന്ന തരത്തിലോ ഇന്നത് മാത്രമാണ് മരുന്ന്, മറ്റൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ പ്രേമിന്റെ വിഷയത്തില്, മകന്റെ വിഷയത്തില്, പിന്നെ അന്ന് തലയിൽ ഒരു മരുന്നിടാൻ ഞാൻ തന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, പിത്തശമനത്തിനായി. അപ്പോ അപ്പൻഡിസൈറ്റിസ് വന്നതും അതിന്റെ കൺട്രോള് വിട്ടുപോയതുകൊണ്ടാണ്. അത് കൺട്രോളിൽ വരുത്തിയപ്പോ ഈ അസുഖം കുറഞ്ഞു. കണ്ണിന്റെ എങ്ങനെയാണ് നേരെയാവുന്നത് വെച്ചാൽ അതും കണ്ണിലും കുറെ ഗ്രന്ഥികളും കുറെ കാര്യങ്ങളും, കണ്ണുനീര് ഗ്രന്ഥി അതുപോലെയുള്ള ഗ്രന്ഥികളുണ്ട്, അതേപോലെ നാഡി വ്യൂഹങ്ങളുണ്ട്. ഇതൊക്കെയും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും തലയ്ക്ക് മരുന്നിട്ട് കഴിഞ്ഞ്. അപ്പൊ പഞ്ച ഇന്ദ്രിയങ്ങൾക്കും ബലം വരുത്തുക, ബേസിക് ആയിട്ട് അതാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ. ഇന്ദ്രിയ ബലം കുറയുക. കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ ബലം കുറവാണ് എന്നങ്ങ് നിശ്ചയിക്കും. അത് പഞ്ച ഇന്ദ്രിയങ്ങളും ബലം ഉണ്ടായിരിക്കണം ശരീരത്തിൽ. ആരോഗ്യമുള്ള ശരീരം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കാഴ്ച നന്നായിരിക്കും, എല്ലാ ഗന്ധങ്ങളും തിരിച്ചറിയാൻ പറ്റും, വായ്ക്ക് എല്ലാ രുചിയും അറിയാൻ പറ്റും, കേൾവി, വളരെ സൂക്ഷ്മമായ ശബ്ദം പോലും കേൾക്കാൻ പറ്റും. സ്പർശവും അങ്ങനെ തന്നെയാണ്. ഇന്ദ്രിയങ്ങളും അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് വർക്ക്. കണ്ണിനായിട്ടൊരു ചികിത്സ, ഇവിടെ ഇരുന്നോളൂ ഞാൻ കണ്ണിനായിട്ട് ചികിത്സിക്കാൻ പോകുന്നു, ഇത് കണ്ണിന് മാത്രമുള്ള മരുന്നാണ്, അങ്ങനെയല്ല. ഈ ശരീരത്തെ നന്നാക്കിയെടുക്കുക, സുകുമാര ശരീരിയായിട്ട് മാറ്റുക, അങ്ങനെയാണ് ചെയ്യുന്നത്.